എസ് NCERT ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ലോകത്തിൻ്റെ നെറുകയിൽ. ഇതിൽ പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യമാണ് ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. വടക്ക് ഭാഗത്ത് വൻ കോട്ട പോലെ രാജ്യത്തിൻ്റെ അതിരായി നിലകൊള്ളുന്ന ഉത്തരപർവ്വത മേഖല. അതിന് തൊട്ടു തെക്കായി ഫലഭൂയിഷ്ഠവും വിശാലവുമായ സമതല പ്രദേശം, പടിഞ്ഞാറ് മരുപ്രദേശം, മധ്യഭാഗത്ത് അതിവിശാലമായ പീഠഭൂമി, കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സുദീർഘമായ തീരപ്രദേശങ്ങൾ, ദ്വീപസമൂഹങ്ങൾ ഇവയൊക്കെ ചേർന്നാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി. ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ കാര്യങ്ങൾ, സവിശേഷതകളെ കുറിച്ചിട്ടാണ് ഇതിൽ ഇൻട്രൊഡക്ഷനായിട്ട് കൊടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ്, ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ താഴെ പറയും വിധം തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഇനി അതിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. വടക്കു ഹിന്ദുക്കുഷ് പർവ്വതനിരകളും, കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഉത്തരപർവ്വത മേഖല. നമ്മുടെ ഭൂപ്രകൃതി അനുസരിച്ച് ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, പടിഞ്ഞാറൻ തീരസമതലം, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാവും. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന നിരവധി പർവ്വതനിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല. അപ്പോൾ ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതക്കെട്ടാണ് പാമീർ. ഈ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന ഭാഗമാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റു പർവ്വതനിരകൾ ഏതൊക്കെയെന്നാണ് കണ്ടെത്തി പട്ടികപ്പെടുത്തും. കുൻലുൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ഏതൊക്കെയാണ്? കുൻലുൻ ഉണ്ട്, ഹിന്ദുക്കുഷ് ഉണ്ട്, പിന്നെ ടിയാൻഷാൻ ഉണ്ട്. ഈ 3 ഓർത്ത് വെച്ചേക്കണം. ഇനി നെക്സ്റ്റ്, താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വതനിരകൾ. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെടുന്ന മടക്ക് പർവ്വതങ്ങളാണിവ. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയാണുള്ളത്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശങ്ങളാണിവ. ഈ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഹിമാലയ പർവ്വതത്തെക്കുറിച്ചാണ്. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വതനിരകൾ. ശിലാപാളികൾക്ക് ഫോൾഡിങ് സംഭവിച്ചാണ് ഈ മടക്ക് പർവ്വതനിരകൾ ഉണ്ടായത്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ, അതായത് പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ നീണ്ടു നിൽക്കുന്ന മലനിരകളെയാണ് ഉത്തരപർവ്വത മേഖല എന്ന് പ്രധാനമായിട്ട് പറയുന്നത്. ഇതിന് 2400 കിലോമീറ്റർ നീളമാണ്. അതാണ്ട് ഇവിടം മുതൽ ഇവിടം വരെ 2400 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയാണുള്ളത്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷങ്ങളായ ഭൂപ്രദേശങ്ങളാണിവ. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലകളെ 3ആയി തരംതിരിക്കാം. അപ്പോൾ ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ പ്രധാനമായിട്ടും 3ആയി തരംതിരിക്കാം. ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ 3ആയി ഉത്തരപർവ്വത മേഖലയെ തരംതിരിക്കാം. ഇനി നമ്മൾ പറഞ്ഞില്ലേ മടക്ക് പർവ്വതങ്ങൾ എന്ന് പറഞ്ഞായിരുന്നല്ലോ. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു മടക്ക് പർവ്വതം എന്ന് പറഞ്ഞിരുന്നു. അതെന്താണെന്ന് നോക്കാം. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദബലത്താൽ മടങ്ങി മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളാറുണ്ട്. വലനം എന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ അഥവാ ഫോൾഡിംഗ് എന്ന പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വതനിരകൾ ഇത്തരത്തിൽ രൂപപ്പെട്ടവയാണ്. അപ്പോൾ ഹിമാലയം, ആൽപ്സ് എന്നിവ മടക്ക് പർവ്വതങ്ങളാണ്. ഈ വലനം എന്ന പ്രക്രിയയിലൂടെയാണ് ഉണ്ടായത്. ഇനി
സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെ പൊതുവെ പറയുന്ന പേരാണ് പർവ്വതങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെ പറയുന്ന പേരെന്താണ്? പർവ്വതങ്ങൾ. ഇനി ഹിമാലയ പർവ്വതനിരകൾ ഭൂപ്രകൃതി വിഭാഗങ്ങൾ. നമ്മൾ പറഞ്ഞല്ലോ, ഭൂപ്രകൃതിയുടെ സവിശേഷത അനുസരിച്ച് ഹിമാലയത്തെ 3ആയി തരംതിരിക്കുന്നു: ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ പർവ്വതനിരകൾ. ഈ അതിനകത്തെ ഈ റെഡ് നിറത്തിലാണ് ട്രാൻസ് ഹിമാലയത്തെ സൂചിപ്പിക്കുന്നത്. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ 3 വരകൾ കൊടുത്തേക്കുന്നത് കണ്ടോ, ഇതാണ് ട്രാൻസ് ഹിമാലയം. ഇനി ഹിമാലയം എന്ന് പറഞ്ഞേക്കുന്നത് കണ്ട്, ഹിമാലയം എന്ന് പറയുന്നത് കണ്ട് ഇതാണ്, ഈ 3 പേര്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നതാണ് ഈ ഹിമാലയം, ട്രാൻസ് ഹിമാലയം, ഹിമാലയൻ നിരകൾ. നെക്സ്റ്റ് കിഴക്കൻ കുന്നുകളാണ് ഈ പച്ച നിറത്തിൽ കൊടുത്തിരിക്കുന്നത്. ഖാസി, ഗാരോ, ജയന്തിയ, പട്കായിബും, നാഗാ കുന്നുകൾ, മീസോ കുന്നുകൾ എന്നിവ. നെക്സ്റ്റ് ഇതിനെ ഉത്തരപർവ്വത മേഖലയിലെ 3 വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ ഏതെല്ലാം? ഭൂപടം ഈ ചിത്രം 1.2 നോക്കി നമ്മൾ നിരീക്ഷിച്ച് കണ്ടെത്താനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പട്ടിക പൂർത്തിയാക്കാണ്. ഓക്കെ. ട്രാൻസ് ഹിമാലയൻ, കാരക്കോറം. പിന്നെ എന്തൊക്കെയുണ്ട്? ട്രാൻസ് ഹിമാലയൻ, കാരക്കോറം ഉണ്ട്, ലഡാക്കുണ്ട്, സസ്കറുണ്ട്. കാരക്കോറം നിരകൾ, ലഡാക്ക് നിരകൾ, സസ്കർ നിരകൾ. ഇനി ഹിമാലയത്തിനെ 3ആയി തരംതിരിക്കുന്നത്: ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. പിന്നെ കിഴക്കൻ കുന്നുകളാണ് നാഗാ കുന്നുകൾ, പട്കായിബു, മിസോം, ഗാരോ. ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വതനിരകൾ അവയുടെ സ്ഥാനവും മനസ്സിലാക്കിയല്ലോ. ഇതിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഈ ട്രാൻസ് ഹിമാലയത്തെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ്, ട്രാൻസ് ഹിമാലയത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നു. ട്രാൻസ് ഹിമാലയം ഇതിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു. ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമാണുള്ളത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് 3000 മീറ്റർ ശരാശരി ഉയരമുണ്ട്, ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്, 965 കിലോമീറ്റർ നീളവുമുണ്ട്. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. ഈ കാരക്കോറം നിരയാണ് ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. ട്രാൻസ് ഹിമാലയത്തിൽ ഉള്ളതാണ് കാരക്കോറം. ഈ കാരക്കോറം നിരയെന്ന് പറയുന്നത് നമ്മുടെ ഈ പാമീർ പർവ്വതക്കെട്ടുമായി ഹിമാലയ പർവ്വതത്തെ ബന്ധിപ്പിക്കുന്ന പർവ്വതനിരയാണ് കാരക്കോറം നിരയെന്ന് പറയുന്നത്. ഈ ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതനിരകൾ കണ്ടില്ലേ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവയാണ് അത്. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിച്ച് കിടക്കുന്ന 3 സമാന്തര പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നറിയപ്പെടുന്നത്. ഈ സമാന്തര പർവ്വതനിരകളാണ്, ഇവ 3 ചേർന്നതാണ് ഹിമാലയം. ഈ ഹിമാലയം എന്ന് പറയുന്നത് ഏതൊക്കെ ചേർന്നതാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവ ചേർന്നതാണ് ഹിമാലയം എന്നറിയപ്പെടുന്നത്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാതല സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. 60 മുതൽ 150. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളത്, ഈ ഹിമാലയ നിരകളെ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറഞ്ഞില്ലേ, ഇതിനകത്ത് ഏറ്റവും തെക്കായുള്ള നിരയുടെ കാര്യമാണ് പറയുന്നത്. സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ടെന്നാണ് പറയുന്നത്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു. ഔട്ടർ ഹിമാലയം എന്ന് പറയപ്പെടുന്ന ഭാഗം ഏതാണ്?
സിവാലിക്കിനെയാണ്. അതിന് 60 മുതൽ 180 കിലോമീറ്റർ വരെ വീതിയാണുള്ളത്. ഏറ്റവും തെക്കായിട്ടാണ് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായിട്ട് ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതാണ് സിവാലിക്. ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി. അപ്പോൾ സിവാലിക്കിനെ കുറിച്ചിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതിനാൽ ഇതിനെ ഔട്ടർ ഹിമാലയം എന്നും വിളിക്കുന്നു. ഈ സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹിമാചലിന് 3500 മുതൽ 4500 മീറ്റർ വരെ സമുദ്രനിരപ്പിൽ നിന്നും ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ. സിവാലിക്കിന് വടക്കായിട്ട് അതായത് സിവാലിക് ഇതല്ലേ, ഈ സിവാലിക്കിന് വടക്കായിട്ട് കാണപ്പെടുന്നതിലെ ഹിമാചലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് 3500 മുതൽ 4500 മീറ്റർ വരെ ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ. ലെസ്സർ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഏതായിരുന്നു? സസ്കർ ആയിരുന്നു. ഇനി ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാചലാണ്. ഇതിന് അറിയപ്പെടുന്ന ഈ നിരയ്ക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയാണുള്ളത്. മറ്റേതിന് എന്തുവായിരുന്നു? 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയായിരുന്നു സസ്കറിന്. ഇതിന് 60 മുതൽ 80 കിലോമീറ്റർ, 60-80. ഇനി ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നെക്സ്റ്റ് ഹിമാദ്രിക്ക് ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം. സസ്കറിന് പറയുന്ന പേര് എന്തായിരുന്നു? ഔട്ടർ ഹിമാലയം. ഹിമാചലിന് പറയുന്ന ലെസ്സർ ഹിമാലയം. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഹിമാദ്രിക്കാണ്. ഇതിന് സമുദ്രനിരപ്പിൽ നിന്ന് 6100 കിലോമീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ്. ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണിത്. ഏകദേശം 25 കിലോമീറ്ററാണ് ഇതിൻ്റെ വീതി. 25 കിലോമീറ്ററാണ് വീതി. 6100 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരമുണ്ട്. 6100. മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളാണിവ. ലോകത്തിലെ ഉയരമേറിയ മിക്ക പർവ്വതങ്ങളും കാണപ്പെടുന്ന ഈ നിരയിലാണ്. ഏത് നിരയിലാണ്? ഹിമാദ്രിയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പർവ്വതനിരകൾ കാണപ്പെടുന്നത്. നെക്സ്റ്റ് ശിലാമണ്ഡല ഫലകങ്ങളാണ് പറയുന്നത്. ടെക്ടോണിക് പ്ലേറ്റ്സ്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലം എന്ന് പറയുന്നത് ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ്. ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായാണ് നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽ ഭാഗം ഉൾക്കൊള്ളുന്നതോ അല്ലെ ഇവ രണ്ടും ഉൾക്കൊള്ളുന്നതോ ആകാം. മനസ്സിലായപ്പോൾ എന്താ പറയുന്നത്? ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്ന ഭാഗമാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായാണ് രൂപം. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനമുള്ളതുമായ ഈ ഭാഗങ്ങളെയാണ് ശിലാമണ്ഡലങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആകാം എന്നാണ് പറയുന്നത്. ഇനി ഹിമാലയത്തിൻ്റെ പിറവിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലോകത്തിൻ്റെ ഉയരമേറിയ പർവ്വതനിരകളിൽ ഒന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ. ഇനി ഭൗമ ശിലാപാളികളുടെ ചലനം, പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ് ഇതിന് കാരണം. അതുകൊണ്ടാണ് ഹിമാലയം വളർന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഭൗമ ശിലാപാളികളുടെ
ചലനം. വൻകരകളും സമുദ്രഭാഗങ്ങളും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ. ഭൗമ ശിലാപാളികളുടെ ചലനം ആണ് ഇതിന് കാരണം. വൻകരകളും സമുദ്രഭാഗങ്ങളും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗങ്ങളാണ് അസ്തനോസ്ഫിയർ. അപ്പോൾ അസ്തനോസ്ഫിയർ എന്താണെന്നാണ് പറയുന്നത്? ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗങ്ങളാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഫലക ചലനം മൂലം ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ സജീവമാണ്. 3 തരം ഫലക അതിരുകളാണുള്ളത്: സംയോജിക സീമ, വിയോജക സീമ, ഛേദക സീമ എന്നിവയാണ്. 3 തരം ഫലക അതിരുകളാണുള്ളത്. സംയോജക സീമ എന്ന് വെച്ചാൽ എന്ത്? ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകൾ. കണ്ടില്ലേ, പിക്ചർ നോക്കിക്കേ, അതാണ് സംയോജക. ഇത് അടുക്കുകയാണ് ഫലകങ്ങൾ തമ്മിൽ. ഇനി വിയോജകം എന്ന് പറയുമ്പോൾ അകലുന്നത്, ഫലകങ്ങൾ തമ്മിൽ അകലുന്നു, അതാണ്ട് അകലുന്നു. നെക്സ്റ്റ് ഛേദക സീമ എന്ന് പറയുന്ന ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്നുണ്ട്. ഒന്നിങ്ങോട്ട് ഫലകങ്ങളും ഒന്ന് അങ്ങോട്ടും പോകുന്നു. തിരശ്ചീനമായിട്ടാണ് ഉരസി മാറുന്നത്. ഇനി നെക്സ്റ്റ് ഇത് ഹിമാലയ പർവ്വത രൂപീകരണമാണ്. ഇന്ത്യൻ ഫലകം, യൂറേഷ്യൻ ഫലകം, നടുക്ക് തെതീസ് എന്ന് പറയുന്ന ഇനി സമുദ്രനിരപ്പാണ് തെതീസ് എന്ന് പറയുന്ന സമുദ്രം. ഇനി നോക്ക്, സംയോജിത സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളിൽ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് ഫോൾഡിങ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ വലനം സംഭവിച്ചു. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വതനിരകളാണ് മടക്ക് പർവ്വതങ്ങൾ. ആ മടക്ക് പർവ്വതമാണ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞല്ലോ, ഹിമാലയ പർവ്വതം. ഏകദേശം 150-160 ദശലക്ഷ വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ ഫലകങ്ങളും ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം എവിടെയായിരുന്നു? ഈ ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യൂറേഷ്യൻ ഫലകത്തിനടുത്തു വന്നപ്പോൾ ഈ 2 ഫലകങ്ങളും ഇടയിൽ നിലനിന്നതാണ് തെതീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട്. ഈ തെതീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ടിന് എന്ത് സംഭവിച്ചു? അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അതാണ് ഈ പിക്ചറിൽ കാണിക്കുന്നത്. ഉയർന്നു വരാൻ തുടങ്ങി. ഈ 1.4 ഈ ഹിമാലയ പർവ്വത രൂപീകരണത്തിനകത്ത് ഈ പിക്ചറിനകത്ത് വിശദമായിട്ട് കാണാൻ പറ്റും. അങ്ങനെയാണ് ഹിമാലയ പർവ്വത രൂപം കൊണ്ടത്. ഇനി ഗിരികന്ധരങ്ങൾ എന്താണെന്ന് നോക്കാം. ഹിമാലയ നിരത്തിന് കുറുകെയുള്ള ഗിരികന്ധരം നോക്ക്. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ എന്നറിയപ്പെടുന്നത്. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരദനത്തിലൂടെ ഹിമാലയ പർവ്വത നിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. നദികൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത്? സിന്ധു, ഗംഗ, സത്ലജ്. ഇവയാണ് ഗിരികന്ധരങ്ങൾ ഹിമാലയ പർവ്വതത്തിന് കുറുകെ സൃഷ്ടിക്കുന്നത്. ഇനി ഹിമാലയവും പ്രാദേശിക ഭാഗങ്ങളും. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ പർവ്വത നിരയ്ക്ക് കുറുകെ ആഴമേറിയ ഗിരികന്ധരങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിക്കുന്നത്. ഇവ ഏതെല്ലാമെന്ന് നോക്കൂ. പ്രാദേശിക വിഭാഗങ്ങളായി ഹിമാലയത്തെ തിരിച്ചിട്ടുണ്ട്: പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ആ പിക്ചറാണ് ഈ കൊടുത്തേക്കുന്നത്. ഹിമാലയത്തിൻ്റെ 3 പ്രാദേശിക മേഖലകളും അവയെ വേർതിരിക്കുന്ന നദികളുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഈ പട്ടികയിൽ ഉൾപ്പെടും. പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്ന വേർതിരിക്കുന്ന നദികൾ. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിച്ച നദികൾ ഏതൊക്കെയാണ്? സിന്ധു,
കാളി, എന്ത് സിന്ധു, സിന്ധു, കാളി, സിന്ധു, കാളി, ഇതാണ്ട് കാളി നദി. ഇതാണ് പടിഞ്ഞാറ് നിരയായിട്ട് ഹിമാലയ പർവ്വതത്തെ പ്രാദേശിക വിഭജനത്തിൽ ആദ്യമേ പടിഞ്ഞാറ് നിരകളായിട്ട് പടിഞ്ഞാറ് ഹിമാലയമായിട്ട് വേർതിരിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? സിന്ധു നദി, ഇവിടെ നിന്ന് കാളി നദി. ഇനി നെക്സ്റ്റ് മധ്യ ഹിമാലയം. മധ്യ ഹിമാലയം എന്ന് പറയുന്നുണ്ട് അത് ഏതൊക്കെയാണ്? കാളി നദിയോ പിന്നെ ടീസ്റ്റ നദി. കാളി നദി, ടീസ്ത എന്നിവയാണ് മധ്യ ഹിമാലയത്തെ നദി. ടീസ്ത, ബ്രഹ്മപുത്ര. ഈ ടീസ്തയും ബ്രഹ്മപുത്രയുമാണ് ഇനി ഏത് കിഴക്കൻ. ഈ ടീസ്ത നദി ബ്രഹ്മപുത്ര നദിയും ആണ് എന്തിനെ വേർതിരിക്കുന്നത്? പടിഞ്ഞാറൻ കിഴക്കൻ ഹിമാലയത്തെ പ്രാദേശിക വേർതിരിവാണ്. പ്രാദേശിക മേഖലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് വേർതിരിക്കുന്നത്. പ്രാദേശിക വിഭാഗമാണ്. നെക്സ്റ്റ് ജമ്മു കാശ്മീരിൻ്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് കാളി നദി, അതായത് ഘാഗ്ര നദിയുടെ പോഷക നദിയാണ് കാളി നദി. താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3 മേഖലകളായി തിരിക്കുന്നു. ഈ പടിഞ്ഞാറൻ ഹിമാലയത്തെ 3ആയി പിന്നെയും വേർതിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. ജമ്മു കാശ്മീരിൻ്റെ വടക്ക് സിന്ധു നദി. ജമ്മു കാശ്മീരിന് വടക്കായിട്ടല്ലേ സിന്ധു നദി. താഴ്വര മുതൽ ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് കാളി നദി വരെയുള്ള താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3ആയി തരംതിരിക്കുന്നു. കാശ്മീർ ഹിമാലയത്തിനെ വീണ്ടും തിരിച്ചിരിക്കുന്നതന്നെയാണ് പറയുന്നത്. ജമ്മു കാശ്മീരിൻ്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ സിന്ധു നദി താഴ്വര മുതൽ കിഴക്ക് ടീസ്ത നദി വരെയുള്ള ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ള വേർതിരിവാണ് എന്തൊക്കെ പേരിൽ? കാശ്മീർ ഹിമാലയം എന്നും ഹിമാചൽ ഹിമാലയം എന്നും ടീസ്ത ഹിമാലയം കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. സിന്ധുവിനും ടീസ്റ്റയ്ക്കും ഇടയിലുള്ള അതിനെ അങ്ങനെ വേർതിരിച്ചിരിക്കുന്നതിനെയാണ് 3ആയി വേർതിരിച്ചിരിക്കുന്നത്. ഇനി അതിനകത്ത് ആദ്യത്തെയാണ് കാശ്മീർ ഹിമാലയം. ജമ്മു കാശ്മീർ ലഡാക്ക് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അത് കുറേ വിശദമായിട്ട് ഈ കിലോമീറ്റേഴ്സ് എല്ലാത്തിൻ്റെയും കൊടുത്തേക്കുന്നുണ്ട്. അത് തിരിഞ്ഞു പോകരുത്. 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമാണ് ഈ കാശ്മീർ ഹിമാലയത്തിന്. ഏകദേശം 700 കിലോമീറ്റർ നീളം, പിന്നെ 500 കിലോമീറ്റർ വീതി. ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. മഞ്ഞു മൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിൻ്റെ പ്രധാന പർവ്വതനിരയാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ച്. ഈ കാരക്കോറം കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്ന് നമ്മൾ മുമ്പേ പഠിച്ചിരുന്നല്ലോ. ഇതിനകത്ത് ഈ കാശ്മീർ ഹിമാലയത്തിൻ്റെ പ്രധാന പർവ്വതനിരകളാണ് എന്ന് പറയുന്നത്. ഹിമാലയത്തിൽ തന്നെ പർവ്വതനിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്ന് പറയുന്നത്. ഇതിന് കാശ്മീർ ഹിമാലയത്തിൻ്റെ ഒരു ഭാഗമാണ്. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കെ2. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടി ഏതാണ്? മൗണ്ട് കെ2, ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്നത്. 8611 മീറ്റർ. കാരക്കോറം നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്ന ഏത് നിലയിലാണ്? കാരക്കോറം. അതായത്
കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന ഒരു പർവ്വതനിരയാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പഞ്ചൽ. ഇതിനകത്ത് ഈ കാരക്കോറം പർവ്വതനിരയിലാണ് ഈ മൗണ്ട് കെ2. അതിന് ഏകദേശം 8611 മീറ്ററാണ് ഉയരം. സിയാച്ചിൻ, ബോൾട്ടോരോ തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്. ഈ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന ഹിമാനികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സിയാച്ചിൻ, ബോൾട്ടോരോ തുടങ്ങിയവയാണ്. സിന്ധു നദിയിലും അതിൻ്റെ പോഷക നദികളായ രവി, ചലം, ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാകുന്നത് ഈ ഹിമാനികളാണ്. ഏതൊക്കെയാ? ഇതൊക്കെ ക്വസ്റ്റ്യനായിട്ട് വരാവുന്നതാണ്. ഈ രവി, ചലം, ചിനാബ് തുടങ്ങിയവയിലും സിന്ധു നദിയിലും അതിൻ്റെ പോഷക നദിയിലും ഈ വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്കിന് കാരണമായ ഹിമാനികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സിയാച്ചിനും ബോൾട്ടോരോയാണ്. ഇത് ഏതിൻ്റെ ഭാഗമാണ്? കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹിമാനികളാണ്. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്ന പർവ്വതങ്ങളിൽ എന്താണ്? പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗതാഗത യോഗ്യമാക്കുന്ന എന്താണ്? ചുരങ്ങളാണ്. ഈ ചുരങ്ങൾ എന്ന് പറയുന്നത് എന്തുവാണെന്ന് പറയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ്. നമ്മൾ സിയാച്ചിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഹിമാനിയിലെ പ്രധാനപ്പെട്ട ഹിമാനി. അപ്പോൾ അതിനെ പറയുന്ന അതിൻ്റെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നറിയപ്പെടുന്നു. ഇനി പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായിക്കുന്ന ചുരങ്ങളെക്കുറിച്ച് മുമ്പേ പറഞ്ഞായിരുന്നല്ലോ. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായമായ സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ചുരങ്ങൾ എന്താണ്? പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായിക്കുന്ന സ്വാഭാവികമായ ഇടങ്ങളാണ് ചുരങ്ങൾ. പീർ പഞ്ചാൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്. ജമ്മുവിനെ കാശ്മീർ താഴ്വരയുമായി ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബനിഹാൽ ചുരം. ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ എന്ന് പറയുന്നത്. ദാൽ തടാകം ഏതാ? കാശ്മീരിലാണ്. ദാൽ തടാകം കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന. ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏതിൻ്റെ തീരത്താണ്? ഈ തടാകത്തിൻ്റെ, അതായത് ഈ ദാൽ തടാകത്തിൻ്റെ കരയിലാണ് ഈ ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഇനി വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണ് കാശ്മീരിലെ ഒരു പ്രധാനപ്പെട്ട ഈ ദാൽ തടാകം എന്നറിയപ്പെടുന്നത്. അതിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഗുൽമാർഗിൻ്റെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്, വേനൽക്കാലത്തും മഞ്ഞുകാലത്തും. പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ എന്നറിയപ്പെടുന്നത്. മർഗുകൾ. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടപ്പെടുന്ന മർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായി ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. സോൺമാർഗ്, ഗുൽമർഗ് എന്നിവ ഇവയിൽ ചിലതാണ്. ഇനി ഹിമാലയം. നമ്മൾ കാശ്മീർ ഹിമാലയത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി ഹിമാലയത്തെക്കുറിച്ചിട്ടാണ്. പ്രധാനമായും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാലയ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികളാണ് ചിനാബ്, രവി, ബിയാസ്. മറ്റേത് എന്തായിരുന്നു നദികൾ? കാശ്മീരിലെ ആ നദികൾ ഏതൊക്കെയാണ്? രവി, ചലം, ചിനാബ്. ഇതും ചിനാബ്, രവി, ബിയാസ് പ്രധാന നദിയാണ് ഹിമാലയത്തിൽ. ഈ പ്രദേശത്തെ പർവ്വതനിരകളാണ് ധൗളാധർ, പീർ പഞ്ചൽ എന്നിവ. പർവ്വത ഭാഗങ്ങളിൽ അനേകം ശുദ്ധജല തടാകങ്ങൾ കാണാം. ചന്ദ്രതാൽ, സൂരജ് താൽ എന്നിവ ഇവയിൽ ചിലതാണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാരാലച്ല ചുരവും കുളു താഴ്വരയെ
ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരവും ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങളാണ്. ഈ ദാൽ തടാകം നോക്ക്, ശുദ്ധജല തടാകങ്ങൾ കാണാം. ചന്ദ്രത്താൽ, സൂരജ് താൽ എന്നിവ എവിടാ? ഈ പ്രദേശത്തെ പ്രധാന പർവ്വതനിരകളാണ് ധൗളധാർ, പീർ പഞ്ചൽ എന്നിവ. ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണ് ധൗളധാറും പീർ പഞ്ചലും. പർവ്വത ഭാഗങ്ങളിൽ അനേകം ശുദ്ധജല തടാകങ്ങൾ കാണാം. അതിന് എക്സാമ്പിളാണ് ചന്ദ്രതാൽ, സൂരജ് താൽ എന്നിവ. ഇവയിൽ എക്സാമ്പിൾ ചിലതാണ്. ഇനി ഹിമാചൽ പ്രദേശിലെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലച്ചില ചുരം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട്. ഇനി കുളു താഴ്വരയെ ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോഹ്താങ് ചുരം. ഇവയാണ് ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ. ഏതൊക്കെയാണ്? 2 ഉണ്ട്, ബാരാലച്ചിലയും റോഹ്താങ് ചുരവും. ബാരാലച്ചില ചുരം ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു. റോഹ്താങ് ചുരം എന്ന് പറയുന്നത് കുളു താഴ്വരയെ ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളുമായി 2 താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്നതാണ് റോഹ്താങ് ചുരം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചന്ദ്രതാൽ തടാകത്തിൻ്റെയും റോഹ്താങ് ചുരത്തിൻ്റെയും പിക്ചറുണ്ട്, നല്ല ഭംഗിയുണ്ട്. കുളു, കംഗ്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായ താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. കുളു, ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തു വച്ചേക്കണം. കുളു, കംഗ്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായ താഴ്വരകളാണ് കുളു, കംഗ്ര, ലാഹുൽ. ഇനി താഴ്വരകളും പിന്നെ സുഖവാസ കേന്ദ്രങ്ങളാണ് ഷിംല, മണാലി എന്നിവയെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി ചുടുനീരുറവകൾ കാണപ്പെടുന്നു. ഇനി ചുടുനീരുറവകൾ രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത്രയും തണുപ്പുള്ളിടത്ത് ചുടുനീരുറവകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന്. മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭ ജലത്തിൻ്റെ ഭാഗമാകുന്നു. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭ ജലത്തിൻ്റെ ഭാഗമാകുന്നു. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭ ജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭ ജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നതാണ് ചുടുനീരുറവകൾ. ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ധാരാളം ചുടുനീരുറവകൾ കാണാം. ഉദാഹരണം നുബ്ര താഴ്വര, മണികരൻ, പിന്നെ ഖീർ ഗംഗ. ചുടുനീരുറവകളിൽ നിന്നുമുള്ള ഭൗമതാപോർജ്ജം ജിയോതെർമൽ എനർജി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. ഹിമാചൽ പ്രദേശിലെ മണികരൻ ചുടുനീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി നിർമ്മിക്കുന്നു. ഇതിൽ നിന്നും വൈദ്യുതി നിർമ്മിക്കാൻ സാധിക്കും. അതിനൊരു എക്സാമ്പിളാണ് ഹിമാചൽ പ്രദേശിലെ മണികരൻ ചുടുനീരുറവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഉത്തരാഖണ്ഡ് ഹിമാലയം, നമ്മൾ കാശ്മീർ ഹിമാലയം പഠിച്ചു, ഹിമാചൽ ഹിമാലയം പഠിച്ചു, ഉത്തരാഖണ്ഡ് ഹിമാലയമാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശങ്ങളാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമയൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഗഡ്വാൾ ഹിമാലയം. ഇനി അതിൻ്റെ കിഴക്കൻ ഭാഗം അറിയപ്പെടുന്നതാണ് കുമവൂൺ ഹിമാലയം. നന്ദാദേവി, കാമറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ് തുടങ്ങി ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളായിട്ടുള്ള പർവ്വതനിരകളാണ്, ഉയരമേറിയ കൊടുമുടികളാണ് ഏതൊക്കെ? നന്ദാദേവി, കാമറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ്, നന്ദാദേവി, പിന്നെ കാമറ്റ്. ഇത്രയും ഉയരമേറിയ കൊടുമുടികൾ ഈ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവ സ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിതാൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലാണ്.
അത് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവ സ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി, ഗംഗയുടെ ഉത്ഭവം ഗംഗോത്രി, യമുനയുടെ ഉത്ഭവം യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിതാൾ, ഭീംതാൾ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലകളിലാണ്. ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണ്? നൈനിതാൾ, ഭീംതാൾ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലാണ് കാണപ്പെടുന്നത്. നന്ദാദേവി, കാമത്ത്, ബദ്രിനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികളുണ്ട് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ. പിന്നെ ഇതിനെ പടിഞ്ഞാറൻ ഭാഗത്തെ പറയുന്ന ഗഡ്വാൽ ഹിമാലയം, കിഴക്കൻ ഭാഗത്തെ കുമവൂൺ ഹിമാലയം എന്നറിയപ്പെടുന്നു. കുമവൂൺ ഹിമാലയം. നെക്സ്റ്റ് ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരയ്ക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ദൂണുകൾ. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരയ്ക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ എന്നറിയപ്പെടുന്നത്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഡെറാഡൂൺ ഇതിന് പ്രസിദ്ധമാണ്. എന്തിന് എക്സാമ്പിളാണ്? ഡൂണുകൾക്ക് എക്സാമ്പിളാണ്.